You know I want you. It's not a secret I try to hide. You know you want me, so don't keep saying our hands are tied. You claim it's not in the cards, and fate is pulling you miles away and out of reach from me. But you're here in my heart, so who can stop me if I decide that you're my destiny? What if we rewrite the stars? Say you were made to be mine. Nothing could keep us apart. You be the one I was meant to find. It's up to you and it's up to me. No one can say what we get to be. So why don't we rewrite the stars? Or maybe the world could be ours. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖി അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന് അരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ മേബിളിനെയും ജസ്വിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പേ, ദേവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. ഇനി സ്തുതി. This is the day that the Lord hath made, and I'm so glad He made you. With each rising sun, you are here by my side. You are more than a dream come true. Oh, to have you, to hold you, to love you, to pray, to share with, to care with, to hold hands and say, this is the day that the Lord hath made, and I will rejoice
ഈശോമിശിഹായിൽ സ്നേഹമുള്ളവരെ, നമുക്കേവർക്കും പ്രിയപ്പെട്ട ജസ്മിനും മേബിളും കർത്താവിൻ്റെ സന്നിധിയിൽ കുടുംബജീവിതം ആരംഭിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ഈ രണ്ട് മക്കളെയും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം ദാനമായി തന്ന ജീവിതം പരസ്പരം പങ്കുവെച്ച് ജീവിക്കാൻ ഇന്നിവർ തീരുമാനമെടുക്കുന്നു. ദൈവത്തിൻ്റെ കയ്യും പിടിച്ച് നടക്കാൻ, ജീവിതാവസാനം വരെ ഒന്നായിരിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്രമങ്ങളിൽ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിനിടയാകരുതേ, ദുഷ്ടാരും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നമ്മുടേതാകുന്നു. ആമേൻ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കുദാശകൾ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പ്രതിഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായി സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവരുല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓരുശ്ലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. യേശുനാഥനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്നോർമ്മപ്പെടുത്തുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ രണ്ട് മക്കളുടെയും കുടുംബത്തിൽ യേശുനാഥനാകുന്ന പ്രകാശം കത്തിജ്വലിക്കാൻ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കില്ലെന്ന് അരുളിച്ചത് മിശിഹ നമുക്കെന്നും മാർഗദീപമായിരിക്കട്ടെ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. സഹോദര പത്രോസ്ലിഹായ 1 ലേഖനം അധ്യായം 3:1-7 വാക്യങ്ങൾ കർത്താവെ ആശ്രവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേടുന്ന ഭാര്യമാർക്ക് കഴിയും. അത് അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാഹ്യമോടിയായ പിന്നെയോ മുടിയോ അണിയുന്ന സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന വിശേഷവസ്ത്രങ്ങളല്ല,
നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവും ശാന്തമായ ആത്മാവുന്ന അനുസരണമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശിച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പൊരു പ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എതിരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതായും കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അങ്ങോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടായിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ ശിഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം എഴുതി അവൾ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. നിങ്ങളോർക്കിരിക്കാം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജസ്വിൻ, പ്രിയ മേബൽ, നിങ്ങൾ രണ്ടുപേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും ബന്ധുമിത്രാദികളുടെയും പേരിൽ ഈ നല്ല ദിവസത്തിൻ്റെ ആശംസകൾ അച്ഛൻ നേരുകയാണ്. ഞാനൊരു 7-8 മിനിറ്റ് എടുത്ത് ഈ രണ്ട് മക്കളെ ഒന്ന് ഉപദേശിക്കാമെന്ന് കരുതുകയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കർത്താവ് പറഞ്ഞതുപോലെ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. രണ്ടുപേരും അത്യാവശ്യ അച്ഛന്മാരുടെ അടുത്ത് നമസ്കാരമൊക്കെ ചൊല്ലിക്കേട്ടിട്ടുണ്ടാവും കല്യാണത്തിന് മുമ്പെന്ന് വിചാരിക്കുകയാണ്. സ്ഥിരമായി ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എല്ലാ കല്യാണത്തിലും. ചോദ്യം ഇതാണ്: വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിലെ ഒരു ക്യാമ്പസിൽ വെച്ച് ഒരു കുട്ടി എന്നോടൊരു ചോദ്യം ചോദിച്ചു, അച്ഛാ, ഈ ഭൂമിയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള വൊക്കേഷൻ ഏതാണ്? എനിക്കൊരു സംശയമില്ലാതെ ആ കുട്ടിയോട് ഞാൻ മറുപടി പറഞ്ഞു, അതൊരു പെൺകുട്ടിയാണ്. മോളെ, ഈ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജീവിതശൈലി കല്യാണം കഴിച്ച് ഒരാണിൻ്റെ കൂടെ ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ജസ്വിൻ, മെബിൾ, ഓൾ ദ ബെസ്റ്റ്. തുടക്കത്തിൽ അച്ഛന് പറയാമെന്ന് അതാണ്. കാരണം ഈ ഭൂമിയിൽ ഏറ്റവും ടഫായ ഒരു ജീവിതശൈലിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഒറ്റയ്ക്ക് ഓടാൻ എളുപ്പമായിരുന്നു. ഇനിയിപ്പോൾ കാണാം ഒരുമിച്ച് ഓടുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത്. വീണ്ടും വേറൊരു സ്ഥലത്ത് വെച്ച് ഒരു കുട്ടി ചോദിച്ചു, അച്ഛാ, ഞാനൊരു അത്തീസ്റ്റാണ്. സോ വാട്ട് യു തിങ്ക് അബൌട്ട് വെദർ ദർ ഈസ് ഹെവൻ ഓർ ഹെൽ? സ്വർഗം നരകം എന്നൊരു സാധനം ഉണ്ടോ? ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കുടുംബമാണ്, ഭൂമിയിലൊരു നരകമുണ്ടെങ്കിലും അത് കുടുംബമാണ്. ഉണ്ടാക്കുന്നതോ ഭാര്യ ഭർത്താക്കന്മാരാണ്. സംശയമുണ്ടെങ്കിൽ
ഇവിടെ ഇരിക്കുന്ന അപ്പനമ്മച്ചമാരോട് ചോദിച്ചവർ പറയും അച്ഛാ കറക്റ്റാണ്. അതുകൊണ്ട് ജസ്വിൻ മേബിൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടുംബം സ്വർഗമാക്കാം, അല്ലെങ്കിൽ നരകമാക്കാം. രണ്ടും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇന്നു മുതൽ മരണം വരെ. വിവാഹം എന്ന വാക്കിന് മലയാളത്തിൽ പല അർത്ഥങ്ങളുണ്ട്. വി പ്ലസ് വാഹം, ഇങ്ങനെയാണ് മലയാളത്തിലെ വിവാഹത്തെ പിരിച്ചെഴുതുക. അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം വിശുദ്ധമായ വഹനം. രണ്ടാമത്തെ അർത്ഥം ജീവിതകാലം മുഴുവൻ വഹിക്കേണ്ടത്. മൂന്നാമത്തെ അർത്ഥം വഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അതായത് കല്യാണം കഴിഞ്ഞാൽ ഒരു കുരിശിനെ കിട്ടും. നോക്കിയെടുത്തിരിക്കുന്നത് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോ. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയിലെ മേക്കപ്പ് ചെയ്ത് ഇരിപ്പുണ്ടല്ലേ, ഇപ്പൊ ഒരു കുരിശായിട്ട് തോന്നയില്ല. പഠിപ്പൊക്കെ ഉണ്ടായി വർത്താനമൊക്കെ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു രാത്രി മുഴുവൻ വർത്താനം പറഞ്ഞാലും ഒരു ബോറടിയില്ല. നിങ്ങളുടെ പ്രശ്നം മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പേ കല്യാണം കഴിച്ച എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയാണ്. എത്ര നേരം വേണമെങ്കിലും നേരം വെളുക്കോളം ഇരുന്ന് വർത്താനം പറയും, ഒരു ബോറടിയില്ല. എന്തുകൊണ്ടാ? രണ്ട് മനസ്സുകൾ ഒരേ വേവ് ലെങ്ത്തിൽ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. രണ്ട് മൊബൈല് ഒരേ റേഡിയസിൻ്റെ കീഴിലേക്ക് വന്നാൽ 5G 3G എല്ലാ കമ്മ്യൂണിക്കേഷൻ നടക്കും. റേഡിയസിന് പുറത്തു പോയാലോ നിങ്ങൾ വിളിക്കുന്ന ആൾ ഔട്ട് ഓഫ് കവറേജിലാണ്. ഞാൻ പലപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട് എല്ലാ കല്യാണത്തിലും. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മേബിൾ ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ അറിയാവോ അല്ലേ, ഉണ്ടെന്ന് വിചാരിക്കുന്നു, ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നു ജസ്മിന്. എല്ലായിടത്തും പറയുന്ന എക്സാമ്പിളാണ്. അവന് സിപ്പ് ചെയ്ത് മേബിളിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ നോട്ടത്തിൻ്റെ അർത്ഥം 100 അല്ല 110% മേബിളിന് മനസ്സിലാവും ഇവൻ എന്തിനാ നോക്കണേന്നുള്ളത്. പക്ഷെ 5 കൊല്ലം കഴിഞ്ഞ് സെയിം എക്സ്പെരിമെൻറ്റ്. എന്താണ്? ഇവൾ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, അവൻ നോക്കുന്നു. തിരിച്ച് മേബിൾ എന്താ പറയാന്നറിയോ? താൻ എന്തിനോട് നോക്കണേ, കുറേ നേരമായാലും നോക്കണു, അർത്ഥം മനസ്സിലാവുന്നില്ല. എൻ്റെ അമ്മ, ഞാൻ ജനിച്ചതിന് ശേഷം, ഞാൻ ജനിച്ചത് 7ാമനായിട്ടാണ്, അപ്പനോട് പറയുന്ന ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇയാൾ എന്ത് ഭാഷയെ പറയണേ? അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ അത് മലയാളം തോന്നുന്നുണ്ട് അല്ലേ. അപ്പം പറയുന്ന മലയാളം പോലും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. പണ്ട് ഭാഷ തന്നെ വേണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1-2 വർഷങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ നോക്കുക, വെറുതെ നോക്കിയാൽ മതി, എന്ത് സുന്ദരമായിട്ട് സംസാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ മലയാളം പോലും മനസ്സിലാവുന്നു. എന്തുകൊണ്ടാ? മനസ്സുകൾ ഒന്നാകുന്നിടത്താണ് കുടുംബം സ്വർഗമാകുന്നത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, സഭയുടെ ഔദ്യോഗിക പുസ്തകം പഠിപ്പിക്കും, മാരേജ് ഈസ് എ കോൾ ടു വൺനെസ്, ഒന്നിലേക്കുള്ള വിളിയാണ്. അതാണ് നമ്മൾ വായിച്ചു കേട്ടത് മർക്കോസിന്റെ സുവിശേഷത്തിൽ. ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 പക്ഷെ കണക്ക് പഠിപ്പിച്ച നമുക്കറിയാം 1 1 2 പക്ഷെ കർത്താവിന് മാത്രം അറിയില്ല. അല്ല, എന്ത് മണ്ടനാണെന്നറിയും ദൈവം. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവത്തിന് മാത്രം കണക്കറിയില്ല. നമ്മൾ എപ്പോൾ കണക്ക് കൂട്ടിയാലും 1 1 2 പക്ഷെ സ്നേഹത്തിന്റെ ഇക്വേഷൻ ഈസ് 1 + 1 = 1. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഒരു 1 എവിടെ പോകുന്നു? ഉത്തരം ക്ലിയറാണ്, ഒരു 1 മരിക്കണം, ഒരു 1 ജീവിക്കാവോ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും, കുടുംബജീവിതത്തിൽ ആണോ പെണ്ണോ ഒരാളെ ജീവിക്കാവോ. 2 പേരും ജീവിക്കാൻ തുടങ്ങിയ തല്ലുറപ്പാണ്, ഓർത്തു വെച്ചോ. അല്ലെങ്കിൽ 2 പേരും ഒന്നിലേക്ക് വളരണം. ഈ 2 പോസിബിലിറ്റിയെ ഈ ലൈഫിലുള്ളൂ. ഒന്നുകിൽ 2 പേരുടെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ ഒന്നായി വളരണം. അതിനുള്ള കെമിസ്ട്രിയാണ് സെക്ഷുവാലിറ്റി. സെക്സ് എന്ന് പറയുന്ന വാക്കിന് ഇംഗ്ലീഷ് സെമാൻറ്റിക് ലാംഗ്വേജിൽ കൃത്യമായൊരു മിത്തോളജി ഉണ്ട്. ഭൂമിയിൽ ദേവന്മാർ കഴിഞ്ഞാൽ ഒരേ ഒരു ജീവി ഉണ്ടായിരുന്നുള്ളൂ. ആ ജീവിയെ 2 ആക്കിയതാണ് ആണും പെണ്ണും. അതൊന്നാകുന്ന പ്രക്രിയ വിളിക്കുന്നതാണ് സെക്ഷുവാലിറ്റി. ഇറ്റ്സ് എ കെമിസ്ട്രി ബിഹൈൻഡ് ഫാമിലി ലൈഫ്. 2 ശരീരങ്ങൾ 100% കൊടുക്കണം. ഇവിടെയാണ് എങ്ങനെ നമ്മുടെ കാർന്നവന്മാർ വിവാഹം കൊണ്ടു നടന്നു. മലയാളത്തിൽ ദാമ്പത്യം എന്നൊരു പദമുണ്ട്, ദം പ്ലസ് ഭത്യം. ദം എന്ന് പറഞ്ഞാൽ കൊടുക്കുക 100%, ഭത്യം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് സഹിക്കുക. ഫാമിലി ലൈഫ് ഈസിയായി കൊണ്ടുപോകണോ? ഈ 2 ഒറ്റമൂലികൾ കൊണ്ട് നടക്കുക. 1 100% എൻ്റെ ശരീരം മനസ്സും പാർട്ട്ണർക്ക് കൊടുക്കുക. നാളിതുവരെ പല വഴിയിലൂടെ നമ്മൾ പോയിട്ടുണ്ടാവും. ലീവ് ഇറ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും കമ്മിറ്റഡ് ആകുക. പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ബി കമ്മിറ്റഡ് ആൻഡ് ഡയർ എനഫ് ടു ബി കമ്മിറ്റഡ്. എൻ്റെ അർത്ഥം മനസ്സിലാവുന്ന വിചാരിക്കുന്നു. കമ്മിറ്റഡ് എന്ന വാക്കിന് നല്ലൊരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: യുവർ ബോഡി ആൻഡ് മൈൻഡ് 100% given
either to a person or to a cause. ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കാരണത്തിന് വേണ്ടി ശരീരം മനസ്സും 100% കൊടുക്കുക. ജസ്വിൻ ആൻഡ് മേബിൾ, ടേക്ക് എ ഡിസിഷൻ. ഇനി മുതൽ ഒരു വ്യക്തി എൻ്റെ പാർട്ട്ണർ, ഒരു കോസ് മൈ ഫാമിലി, ഇതിനു വേണ്ടി എൻ്റെ ശരീരം മനസ്സും ഞാൻ കൊടുക്കാൻ പോവാം. ഈ കുർബാനയിൽ പ്രധാനപ്പെട്ട ഭാഗമുണ്ട്, അത് കുദാശ വചനങ്ങളാണ്. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. ഇത് കർത്താവ് എന്ന് പറയാന്നറിയോ? കുദാശ സ്ഥാപിച്ചിട്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. നിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ നാമത്തിലാണ് കെട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചോടി പോകായിരുന്നു അല്ലേ? ഇത് പള്ളിയിൽ എല്ലാവരുടെ മുന്നിൽ വന്നിരുന്ന് കെട്ടാൻ പോകുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വിശുദ്ധ കുർബാന തുടരണം. ഞാൻ പലപ്പോഴും പറയും, വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് പള്ളിയിലാണ്, തുടരേണ്ടത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലാണ്, കുടുംബങ്ങളിലാണ്. രണ്ടുപേരും സ്വന്തം കുടുംബത്തിൽ കുർബാന അർപ്പിക്കുക. എങ്ങനെയാൻ ചോദിച്ച, ജീവിത പങ്കാളിക്ക് വേണ്ടി ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് 100% കൊടുക്കുക. ആ കൊടുക്കുന്നതിൽ നിന്ന് ഈശോയെ പോലെ നല്ല മക്കളുണ്ടാവും. ആധുനിക കാലഘട്ടത്തിൽ ദൈവം 6 റിസോഴ്സുകൾ മനുഷ്യന് തരുന്നുണ്ട്. മാൻ, മണി, മെറ്റീരിയൽ, മെഷീൻ, ടൈം ആൻഡ് നോളജ്. ഇതിലൊരു റിസോഴ്സിന് ജീവനുള്ളൂ, ഹ്യൂമൻ റിസോഴ്സ്. കുടുംബജീവിതത്തിലെ ഓർക്കുക, മക്കളാണ് സമ്പത്ത്. പ്രത്യേകിച്ച് പുതിയ തലമുറ മക്കള് ജനിപ്പിക്കുന്നതിൽ നിന്ന് പതുക്കെ മാറി നിൽക്കാൻ. ശുദ്ധ മണ്ടത്തരം. എത്ര പണമുണ്ടായാലും മനുഷ്യനില്ലെങ്കിൽ ആ പണം കൊണ്ട് യാതൊരു വാല്യൂ ഇല്ല. ഓർത്തിരിക്കുക, ബാക്കി 5 റിസോഴ്സുകളും മീനിങ് ഫുൾ ആകുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഡയർ എനഫ് ടു ബിഗറ്റ് ചിൽഡ്രൻ. കുട്ടികൾ ഉണ്ടാക്കാൻ ധൈര്യം കാണിക്കുക. അതാണ് കുടുംബജീവിതത്തിൻ്റെ റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ്. അതിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുക. ശരിയാ, കുറച്ച് സൗകര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു പോകും, പക്ഷേ ഈ മക്കൾ ഭാവിയിലെ വലിയ സമ്പത്തായിട്ട് മാറും. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 1000 ഫാമിലികളെടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ MBA പഠനകാലത്ത്. മക്കളുടെ കുടുംബങ്ങൾക്കാണ് ഫിനാൻഷ്യലായിട്ടും സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, മൊമെന്ററി സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാവും, പക്ഷെ മക്കൾ കൂടുന്തോറും ആ കുടുംബത്തിൻ്റെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. മനസ്സിലോർത്ത് വെക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദോ ഹവയും ദൈവത്തിൻ്റെ കയ്യും പിടിച്ച് നടന്നു. ബൈബിൾ എഴുതും, അത് പറുദീസയായിരുന്നു. എല്ലാ ദിവസവും ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എത്ര തല്ല് നടന്നാലും, ചട്ടിയും കാലാകുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും, എല്ലാ ദിവസവും അടി ഉണ്ടാവണം. ഞാൻ അങ്ങനെ തന്നെ പറയുക, എല്ലാ ദിവസവും നിർത്തിയൊന്നും അടി ഉണ്ടാക്കണം. എന്തിനാണെന്നറിയോ? ഒന്നും കൊണ്ട് നടക്കരുത്. ഇന്ന് പല കുടുംബങ്ങളിലും വോൾക്കാനിക് പ്രസൻസ് ആണ്. എന്താ വോൾക്കാനിക് പ്രസൻസ്? അഗ്നിപർവ്വതങ്ങളാണ്. കെട്ടിയോള് പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല, ജസ്വിൻ എടുത്തു വെച്ചു അല്ലേ? ജസ്വിൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, മേബിൾ എടുത്തു വെച്ചു. 5 കൊല്ലം കഴിയുമ്പോൾ ഒറ്റ പൊട്ടിത്തെറിയ. അപ്പം എന്താ പറയുക? താൻ കെട്ടി അന്നോട്ട് തുടങ്ങിയതാ. വല്ല കാര്യമുണ്ടോ? കർത്താവ് എന്താ പറഞ്ഞത്? ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശങ്ങൾ മതി. 5 മിനിറ്റ് രാത്രിയാവുമ്പോൾ ഫോണിൽ കൂടെ നേരിട്ടോ ഇരിക്കുക. എന്നിട്ട് പറയുക, ഇന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് കിടന്നുറങ്ങുക. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. അത് സന്തോഷത്തോടുകൂടെ മനസ്സിൻ്റെ ഭാരങ്ങളില്ലാതെ ജീവിക്കാൻ പഠിച്ച അത് സ്വർഗരാജ്യമാണ്. ഒറ്റ ചിന്ത കൂടെ. ഉത്തമഗീതം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറ കെട്ടിക്കാൻ പോകുമ്പോൾ ഈ എക്സാമ്പിൾ ഞാൻ പറയാറുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും. 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാചകം. ഇത് പണ്ടത്തെ കാർന്നവന്മാർ, ഓടിക്കുന്ന കാർന്നവന്മാർ ലവ് ലെറ്റർ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പുസ്തകമാണ് ഉത്തമഗീതം. കല്യാണം കഴിഞ്ഞ ആ ഒരു മാസം ആ പുസ്തകം വായിക്കണം, നല്ലതാണ്. രണ്ടുപേരും കേട്ടോ, നല്ല രസകരമായ ചിന്തകളാണ്. പ്രേമത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ചൊക്കെയാണ്. അതിൽ വാചകം എങ്ങനെയാണ്? 2-ാം അധ്യായം 2-ാമത്തെ വാചകം. പ്രിയതമൻ പ്രിയതമയോടും പ്രിയതമ പ്രിയതമനോടും പറയുന്ന വാചകം. ജസ്വിൻ അവരുടെ മുഖത്തോക്കി പറയുക, പ്രിയതമേ, ഇത് ബൈബിൾ വാചകമാണ് കേട്ടോ, നീ എനിക്ക് കാട്ടുമുള്ളുകൾക്കിടയിലെ ലില്ലി പുഷ്പമാണ്. എന്താ പറയേണ്ടത്? പ്രിയതമ, നീ എനിക്ക് കാട്ടുമുള്ളുകൾക്കിടയിലെ ലില്ലി പുഷ്പമാണ്. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ ജസ്വിനെ? ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ പെണ്ണുങ്ങളും കാട്ടുമുള്ളുകളാണ്. ബാക്കിയുള്ളവരെന്നെ തല്ലിയേക്കരുത്. അതിലൊരു ലില്ലി പുഷ്പമേ ഉള്ളൂ, അത് നിൻ്റെ അടുത്തിരിക്കുന്ന മേബിളാണ്. എല്ലാം ഓർത്തിരിക്കുക. പല പെൺപിള്ളേരും കാണും, അതൊക്കെ അപകടമാണ്. ഒരെണ്ണേ ഉള്ളൂ, അതാണ് ആ ലില്ലി പുഷ്പം. മേബിൾ അവൻ്റെ മുഖത്ത് നോക്കി പറയണം, പ്രിയതമ, നീ എനിക്ക് കാട്ടുമരങ്ങൾക്കിടയിലെ ആപ്പിൾ വൃക്ഷമാണ്. മേബിളോട് പറയാനുള്ളത്, ഒരുപാട് ആമ്പിള്ളേരെ കണ്ടുമുട്ടും, അതൊക്കെ കാട്ടുമര, ഒന്നിനും കൊള്ളില്ല. ഒരു മരമേ ജീവൻ നൽകുന്നതുള്ളൂ, അതടുത്തിരിക്കുന്ന ജസ്വിനാണ്.
അർത്ഥമൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുക. ഒരു നിമിഷം കണ്ണുകളടച്ച് ഈ 2 മക്കളെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇവരെടുക്കുന്ന തീരുമാനം ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കാൻ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കയ്യും പിടിച്ച് നടക്കാൻ, അങ്ങനെ നല്ല കുടുംബ ജീവിതം അവർക്കുണ്ടാകാൻ നമുക്ക് ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തിനും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത് ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരെ, ഈ വധുമാർ വന്ന കൂദേശാൽ ബന്ധിതരാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയുടെ പരിഗണന ചെയ്തതിനെ പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ ശ്രദ്ധയോടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷൻ ജീവിത സഖ്യ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജസ്വിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മേബിളിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മേബിൾ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജസ്വിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുവിൻ. ആമീൻ. 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 യേശുവേ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരൊന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മറിയൗസേപ്പിൻ്റെ മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. മിശിഹ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ മകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. എപ്പോഴുമെന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. ഇന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്കട പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിൻ നദിനാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽ പിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാഘേ. ആരാധിക്കുന്നു പാരാഘേ. ദൈവദൂതന്മാരെ വരും, പിന്നെ സ്വർഗവാസികൾ സർവരും. സ്വർഗവും ക്രോവേശ്വാപ്പേൽ വൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ 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 നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. സമാപന ആശീർവാദം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായി സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ
ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമങ്ങൾ പങ്കുചേർന്നെല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Found you in the quiet of a crowded room, like a melody I didn't know I knew. Your eyes, they pulled me closer than the moon, and suddenly my gray skies turned to blue. And I was lost in my own world, counting every broken piece. Then you walked in like a whisper, now you're all I ever need. Love, it's written in your name, every touch it feels the same, like a fire in the rain. You stay, oh love, you light my darkest days. In your arms I find my place. I was lost but now I'm saved by love, saved by love. We danced barefoot on a fragile line, between forever and a single night. But every second felt like borrowed time. Now forever doesn't feel so far away. You're the echo in my chest, every beat you make it true. If this world just fades to silence, I'd still hear the sound of you. Lord, it's written in your name, every touch it feels the same, like a fire in the rain. You stay, oh Lord, you light my darkest days. In your arms I find my place. I was lost but now I'm saved by love, saved by love. And if the stars fall down tonight, I'll catch them in your eyes. We don't need the world to shine, we've got all this light. Love, it's more than just a word, it's every promise that we heard. In the silence, in the hurt, you stayed, oh love. Through every high and low, you're the only truth I know. And I'll never let you go. വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനായ ശിശുവിനെ വിശ്വസിക്കുന്നു. ഈ പുത്രനായ ക്രിസ്തുവിനായി കന്യാമറിയപ്പെടുന്നു. മധ്യസ്ഥ കാലത്ത് ദൈവസരിച്ച് സൂക്ഷിക്കപ്പെട്ട രക്ഷപ്പെട്ട് പാതാളങ്ങളിൽ രക്ഷപ്പെടുന്നു. മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തനായ ദൈവത്തെ ആരാധിക്കുന്നു. അവിടുത്തെ ജീവിതത്തിലെ ശരീരത്തിനായി വിശ്വസിക്കുന്നു. സർവ്വശക്തനായ പുസ്തകത്തിന്റെ സഭയും ന്യായവിധിയിലും പാപമോചനത്തിലും ശരീരത്തിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു. ആമേൻ. കുടുംബനിഷ്ഠ ഈശ്വരദൈവമേ, ഈ ബന്ധത്തെയും ഞങ്ങളോരോരുത്തരെയും ദൈവമായി ഉപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭക്തിയിൽ ബന്ധനസ്ഥലമാകണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അനന്തരീകരിക്കണമേ. ഞങ്ങളുടെ ആശുദ്ധിയും ശുദ്ധീകരിക്കുകയും സകലങ്ങളും നശിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളായെങ്കിലും അങ്ങേവർക്കിടയായ ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലെയും വർദ്ധാനിക്കുന്നതിലെയും സമൂഹമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷകന്മാരുടെ നിത്യകാലത്തിൽ പ്രവേശിക്കണമേ. ആത്മീയ ശാരീരികമായ എല്ലാ
നിങ്ങളുടെ ദൃഷ്ടിയെ ജീവിതകാലം മുഴുവനും ഇതിന്റെ ജസ്മിന്റെയും മേഘലിന്റെയും വിവാഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദേവാലയത്തിന് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. Ladies and gentlemen, the time has arrived to welcome our newly married couple presenting before you, Jasmine and Mabel. Let's welcome our bride and groom. നിറഞ്ഞ കൈയോടുകൂടി അവരെ ഹാളിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
evening, ladies and gentlemen. May I start the quote by Holy Bible? The Lord is my shepherd, I shall not want. ഇവർക്ക് നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം ജസ്വിന്റെയും മേബിളിന്റെയും വിവാഹ ബിരുദിലേക്ക് സാദരം സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. We are indeed delighted and happy to have all of you today with us. Thank you very much for coming. Lovely together. May love and hold each other throughout your life with trust, faith and belief. ഈ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഓരോ ദിവസങ്ങൾ ചെല്ലുന്തോറും, ഓരോ വർഷങ്ങൾ ചെല്ലുന്തോറും കൂടുതൽ കരുത്തുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Congratulations on union as husband and wife. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ ഇവർക്ക് വേണ്ടി കൈയടിക്കാൻ പറഞ്ഞപ്പോൾ കുറച്ചുപേര് കൈയടിച്ചു. എങ്കിലും നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ജസ്വിനും മേബിളിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കൈ ഉയർത്തി ഒന്നും കൂടെ കൈയടിച്ചാലോ? Thank you very much. Thank you. That was fantastic. Congratulations once again. Wishing you a life full of love and happiness. Congratulations. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ഇവരുടെ അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെയാണ്. എങ്കിലും നമ്മൾ ഫംഗ്ഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവരെ കുറിച്ചൊരു ചെറിയൊരു ആമുഖം, ഒരു ഇൻട്രഡക്ഷൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. May I start with our handsome groom, ജസ്വിൻ ജോസഫ്. ജസ്വിൻ നമുക്കറിയാം ചോളൂർ കുടുംബാംഗമാണ്. ശ്രീ ജോസഫ് സിവിയുടെയും ശ്രീമതി വത്സ ജോസഫിന്റെയും മകനാണ് ജസ്വിൻ. ഇപ്പോൾ പോളണ്ടില് ആമസോണില് കംപ്ലീറ്റ് അനലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. നമ്മുടെ പ്രിയ വധു മേബിൾ മാത്യു. ഷീ ഈസ് വർക്കിംഗ് ഇൻ ന്യൂസിലൻഡ് ആസ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. മത്തയച്ചൻ മാത്യുവിന്റെയും മേരിക്കുട്ടി മാത്യുവിന്റെയും മകളാണ് മേബിൾ. വടപ്പള്ളിമറ്റം കുടുംബാംഗമാണ്. ഇനി നമുക്ക് വേദിയിലേക്ക് ഇവരുടെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയാണ് സ്വാഗതം ചെയ്യുന്നത്. It is said that when children find their true love, their parents find their true happiness. കുട്ടികൾ അവരുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രണയം കണ്ടെത്തുമ്പോൾ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയും. അടുത്ത നിറഞ്ഞ കൈയടിയോടുകൂടി ആദ്യം നമുക്ക് ജസ്വിന്റെ പേരൻസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Please join me in welcoming Sri Joseph CV and Srimati Valsa Joseph on stage. നല്ലൊരു കൈയടിയുടെ അകമ്പടിയോടുകൂടി രണ്ടുപേരും നമുക്ക് വേദിയിലേക്ക് നിറഞ്ഞ കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം. തീർച്ചയായും ഈ ഒരു ദിവസം ജസ്വിനേക്കാളും മേബിളിനേക്കാളും കൂടുതൽ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരൻസ് തന്നെയായിരിക്കും. It's a happy and proud moment in their life. ഇവരെന്തെങ്കിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നറിയാം. The hospital's function. Ladies and gentlemen, ശ്രീ ജോസഫ് സിവി ആറുകൾ അദ്ദേഹം ബിസിനസ്സുകാരനാണ്. ശ്രീമതി വത്സ ജോസഫ്, she is a passionate homemaker and the rock of the family. ഇനി നമുക്ക് വേദിയിലേക്ക് ജസ്വിന്റെ സഹോദരങ്ങളെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. Our siblings are our best friends made in heaven. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് നമ്മുടെ സഹോദരങ്ങൾ. അടുത്തതായി നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് ജസ്വിന്റെ പ്രിയ സഹോദരൻ ജെൻവിൻ ജോസഫിനെ സ്വാഗതം ചെയ്യാം. Please join me in welcoming Jenvin on stage. ജെൻവിൻ ഇപ്പോൾ അബുദാബിയില് HSC എഞ്ചിനീയർ വർക്കിംഗ് അറ്റ് NMDC എനർജി അബുദാബി. അതുപോലെ ജെൻവിൻ ഉടൻ തന്നെ വിവാഹിതരാവാൻ കൂടി പോവുകയാണ്. Dear groom Grishma Gigi, she is doing PhD at Australia. ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ജസ്വിന്റെ സഹോദരി കാത്രിനും ഫാമിലിയുമാണ്. Ladies and gentlemen, he is also blessed with another amazing sister, Catherine. Please join me in welcoming Catherine Joseph along with her dear husband, Mr. Vivek Peter on stage. എറണാകുളത്ത് TCS സിസ്റ്റം എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുകയാണ്. ആൻഡ് വിവേക് പീറ്റർ, ഹി ഈസ് വർക്കിംഗ് ആസ് നെറ്റ്വർക്ക് എഞ്ചിനീയർ അറ്റ് ബ്രിട്ടീഷ് ടെലികോം ഡൽഹി. അപ്പോൾ നമുക്ക് വേദിയിൽ ഇതാ ജസ്വിന്റെ കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മേബിളിന്റെ പേരൻസിനെയാണ് അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. I must say a most important guest for today's function.
വീണ്ടും നിറഞ്ഞ കൈയടിയോടുകൂടി ലെറ്റ്സ് വെൽക്കം മേബിൾസ് dear parents on stage. ശ്രീമതി അയ്യപ്പൻ മാത്യുവിനെയും ശ്രീമതി മേരിക്കുട്ടി മാത്യുവിനെയും വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. Love of your father is higher than a mountain and love of your mother is deeper than an ocean. അച്ഛൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു മലയേക്കാൾ ഉയരമുള്ളതാണ്. അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് സമുദ്രത്തിനേക്കാൾ ആഴത്തിലുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ നമുക്ക് ഇവിടെ മേബലിന്റെ പേരൻസ് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ശ്രീമതി അയ്യപ്പൻ മാത്യു, ശ്രീമതി മേരിക്കുട്ടി മാത്യു. ശ്രീമതി അയ്യപ്പൻ അദ്ദേഹം സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്തു വരുന്നു. ആൻഡ് ശ്രീമതി മേരിക്കുട്ടി മാത്യു, she's a retired nurse, currently a homemaker. ഇനി അടുത്തതായിട്ട് നമുക്ക് വേദിയിലേക്ക് മേബലിന്റെ പ്രിയ സഹോദരൻ മാർക്ക് മാത്യുവിനെയും വൈഫ് ലിയാന തോമസിനെയുമാണ് സ്വാഗതം ചെയ്തത്. പ്ലീസ് ജോയിൻ മീ ഇൻ വെൽക്കമിംഗ് ദം ഓൺ സ്റ്റേജ്. നടുവിൽ നിൽക്കുന്നവരുടെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. നല്ലൊരു കൈയ്യടി എടുത്തുകൊണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. മാർക്ക് ഇപ്പോൾ അബുദാബിയില് ടർബൈൻ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുകയാണ്. ആൻഡ് ലിയാന തോമസ് കാനഡയില് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മേബലിന്റെ സഹോദരൻ മൈക്കൽ മാത്യുവിനെയും വൈഫ് ജീൻ ജോർജിനെയുമാണ്. Please put your hands together to welcome Michael and Jean. രണ്ടുപേരും യുകെയിൽ സെറ്റിൽഡ് ആണ്. മൈക്കൽ യുകെയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്നു. ജീൻ യുകെയിൽ എമർജൻസി നഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കുന്നു. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി എഴുന്നള്ളിക്കുക. രണ്ട് സൈഡിലും നിറഞ്ഞു നിൽക്കുന്ന തിരി അവർ രണ്ട് ഫാമിലീസിന്റെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തായിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ്സ് വെൽക്കം our bride and groom, Jasmine and Mabel, to light the candle of love and unity. Congratulations. ചെറിയൊരു തമാശയാണ്. With your permission, I would like to share with you. It is said that the bigger the piece of cake you cut, the more number of children you'll have in your future. എത്ര വലിയ കേക്ക് പീസ് ആണ് ആദ്യം മുറിക്കുന്നത് അത്ര കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു തമാശയുണ്ട്. Just sharing with you. So keep that in your mind as you are going to cut the cake. So ladies and gentlemen, let's welcome Jasmine and Mabel to cut their wedding cake. Please put your hands together.
പരസ്പരം ഒരു ചിയേഴ്സ് കൊടുക്കുക, ഓഡിയൻസിന് ഒരു ചിയേഴ്സ് കൊടുക്കുക. Then you may enjoy the wine. ഒരു ചിയേഴ്സ് കൊടുക്കുക. Let's say cheers together. Cheers. Congratulations, Jasmine. Here is to love, the kind that makes every ordinary moment extraordinary. അപ്പൊ അടുത്തതായിട്ട് ഒരു വിവാഹമാല്യം അണിയിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അപ്പൊ മാല എടുത്ത് നൽകുന്നതിന് വേണ്ടി രണ്ട് സൈഡിലെയും അച്ഛന്മാരെ മേബിൾ ജസ്മിനെ തുടർന്ന് ജസ്മിൻ മേബിൾ അണിയിക്കുന്നതായിരിക്കും. So ladies and gentlemen, please put your hands together as they are exchanging the wedding garland. ആദ്യം മേബിൾ to ജസ്മിൻ, മേബിൾ to ജസ്മിൻ, then ജസ്മിൻ to മേബിൾ. Put your hands together. കൈയ്യിൽ നിന്നുള്ളതോ some fun moments. ഇനി ബൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം കേട്ടോ. ബൊക്കെ വാങ്ങിയിട്ട് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. അതാണ് അതിന്റെ ഒരു ചടങ്ങ്. ബൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തോളൂ. വേണമെങ്കിൽ കൈയ്യടി കൊടുക്കാം. You were the one that I found. Sola vanda solitepo. Why didn't you tell me enough? Sola vanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am. Oh, through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Walking down the way that I found. In the ulagam nan sutta vendum. Faces with smiles all around. In the vahanam nan pakka vendum. I'll run free into the sea. World and me. Don't even know what I will find. Let me go passing by. Let me go, come back in time. Let me be who I am. Oh, through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night.
your plan is the best, but my heart is a mess. I'm wondering why you have me here. I'm so ready to be moving on. In my head I'm already gone, but your voice is crystal clear. I am called to be where I am right now, in the middle of a storm, but I have no doubt you are here with me. You are here with me, and I won't give in or second guess. I'm trusting you with every step. Father, you are here with me. Where I am right now, where I am right now, where I am right now. It's where I am right now, where I am right now, where I am right now. I don't wanna spend the day looking 100 ways. Lord, make me single-minded. Come and be my one desire, and even if my world's on fire, make me undivided. I am called to be where I am right now, in the middle of a storm, but I have no doubt you are here with me. You are here with me, and I won't give in or second guess. I'm trusting you with every step. Father, you are here with me.
കണ്ണില്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ ഒഴിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാനഞ്ഞ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ താരകന്റെ കണ്ണ വെച്ച പാരിജാതമല്ലേ താരേന്റെ കൂടഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കക്കവന്ന പുണ്യം വിജയം
ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ ഞാനൊരു കീബോർഡിസ്റ്റാണ്, കുറച്ചൊക്കെ പാട്ടൊക്കെ പാടും. ഡാൻസ് നമ്മളെ കൊണ്ട് പറ്റൂല, ഈ വയറൊക്കെ വെച്ചിട്ട് നടക്കില്ല. അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു അല്ലേ, സൂപ്പറായിട്ട്. കാരണം ഈ ഒരു ഏജില് ആ പാട്ടുകളുടെ വരി, ആ ലിറിക്സ് പാടിക്കൊണ്ട് ഓർത്ത് പാടിക്കൊണ്ട് അതിന്റെ ഫീല് വെച്ചിട്ട് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽ സൂപ്പർ. ഈ പ്രായത്തിലൊക്കെ ഞാൻ സ്റ്റേജിൽ നേട്ട തയ്യാറാണ്. എല്ലാവരും നല്ലൊരു കൈ കിടക്കും ഈ ഏരിയയില്ല. താങ്ക് യു സോ മച്ച് മിയ, താങ്ക് യു സോ മച്ച്. So next we have a performance from നിങ്ങളുടെ സൈഡിൽ നിന്ന്. We have സാനിയ ബോൺസൺ, ഒരു അടിപൊളി പാട്ടായിട്ട്. Over to സാനിയ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടിക്ക് പാട്ടൊക്കെ പാടാനാണ്. എന്തെങ്കിലും തെറ്റ് കിട്ടണമെങ്കിൽ ശരി. കണ്ണിനകൾ കടുവ
താങ്ക് യു. വളരെ നല്ല കൈയടി കൊടുക്കണം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടത് സാനിയുടെ ഒരു എനർജി കമാടി അതൊക്കെ അടിപൊളിയായിരുന്നു. എന്താ പറയുക, ആ ഒരു എനർജി, ആ ഒരു കോൺഫിഡൻസ് എവരിബഡി നല്ലൊരു കൈയടി. वे कमलिया मेरे नादान दिल, वे कमलिया, वे कमलिया, वे कमलिया मेरे नादान दिल। जिसे चाहा तूने सच में कितना चाहा, कभी अपना भी तू ले ले इम्तिहान। इतनी सी भी खुद गर्जी तुझ में ना हो, तभी इश्क निभा पाएगा तू बेइंतहा। गल सुन ले यार, गल सुन ले यार, वे कमलिया मेरे नादान दिल, वे कमलिया, वे कमलिया, वे कमलिया मेरे नादान दिल। बदले उसकी मुस्कान के आंसू का कतरा जो मिला कमलिया, वे कमलिया। रुतबा है सच्चे इश्क का, इस रुतबे से कैसा गिला कमलिया, वे कमलिया। I'll be forever by your side. I'll be the safest place for you to hide. Your love makes me feel alive.